നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിരെ സഹിക്കൊള്ളു പിന്നെ സാധ്യമേ ഇല്ല. അങ്ങനെ എപ്പോ നോക്കിയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ നബി തങ്ങളെ വഫാത്തായതേ ഇങ്ങനെ മനസ്സിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒന്നൊരു എപ്പോഴും നെനപ്പാക്കിയിട്ട് ടെൻഷനാക്കലുണ്ടായെങ്കിൽ ഒരാളിലെ തടിക്ക് റെഡിയാവുക. ആ ടെൻഷന്റെ കാരണത്തിൽ എപ്പോഴും അയലിലെ തടി ഒരേപോലെ ഇക്കില്ല. ഇതേപോലെ ആയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തിൽ പിന്നെ നബി തങ്ങളെ വിചാരിച്ചിട്ട് തടിങ്ങനെ പിന്നെ കുറഞ്ഞോണ്ട് വന്നു. എപ്പോ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതേ ആലോചനയായിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സിൽ. കാരണം കൂടെ ഉള്ളേ എപ്പോഴും ഒട്ടിക്കുന്ന ഒരു നേതാവ് കണ്ടിട്ടിക ഒരു വില്ലല്ലേ. അത് മാത്രല്ല എപ്പോഴും വഹീ ഇങ്ങനെ വന്നുകൊണ്ടിരുത്ത്. ആ വഹീയും ഇപ്പൊ ഇല്ലാണ്ടായി പോയിട്ടല്ലേ ചൊല്ലേ. ഇങ്ങനത്തെ ഓരോന്നും ഇങ്ങനെ നടപ്പാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടിയെ ഇങ്ങനെ കുറഞ്ഞോണ്ട് പറഞ്ഞു തുടങ്ങിയിട്ട് നബി തങ്ങളുടെ വഫാത്തിൽ പിന്നെ തെല്ല് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടിയിൽ നല്ലായിട്ടില്ല എന്നിട്ടായിട്ട് ചരിത്ര ചൊല്ല്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലാസ്റ്റിക്ക് ജുമാദിൽ ആഖിർ 7 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗ തുടങ്ങിട് ഉഷാറില്ലാണ്ടാവും. അത് ഹിജറി 13 ഹിജറി 13 ജുമാദിൽ ആഖിർ 7 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉഷാറില്ലാണ്ടാവും. ആ ഉഷാറില്ലാണ്ടാവുന്നതും ഒരു കാരണമുണ്ട്. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടത്തെ 4 നല്ല കൂലിന്നൊരു ടൈമായിട്ട് ആ ജുമാദിൽ ആഖിർ 7 നല്ല കൂലിന്നൊരു ടൈം അണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുളിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു കുളിച്ചൽ പിന്നെ അണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണി പറ സ്റ്റാർട്ടായിട്ട് നല്ല പണിയായിട്ട് ഒമക്കഥ മഹ്മൂമൻ 15 യൗമ നല്ല പണി ചെന്നിട്ടുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔത്തെ പുറത്തു പോവുകയായില്ല. അങ്ങനത്തെ ഒരു അവസ്ഥക്ക് എത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഈ പണി 4 നാല് കണ്ടിന്യൂ ആയിട്ട് പണി പറഞ്ഞു തുടങ്ങി. ആ ടൈമിൽ അത്രത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ട് മദീനത്തെ പള്ളിയിൽ ഇമാമായിട്ട് നിന്നോണ്ടിരുന്നേ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിക്ക് പോണു ആവാണ്ടിക്കുമ്പത്തുകു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, ഉമരെ നിങ്ങ പോയിട്ടൊന്ന് നിസ്കരിക്കൂ. നക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ആയിട്ടില്ല, നക്ക് ചുമ കഷ്ടായിട്ടുണ്ട്. അങ്ങനെ രോഗ ഓരോ നാളത്തെയും ഇങ്ങനെ യാറയാറാവണക്ക് തുടങ്ങിയിട്ട് ഉമർ ഖത്താബ് ഇട്ടിക്കുമേ ചൊല്ലു എപ്പോഴും നിങ്ങൾ നിസ്കരിക്കോറ് ചൊന്നിട്ടു. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ നാളും പോയിട്ട് നിസ്കരിച്ചോണ്ടിരുന്നു. എല്ലാ നാളും ഇങ്ങനെ ഉമർ ഖത്താബ് പോയി നിസ്കരിക്കും. അങ്ങനെ സ്വഹാബത്ത് ഇടയ്ക്കൊക്കെ വന്നാറ് ചൊന്നാറ്, യാ ഖലീഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ്, അല്ല നദുഉ ലക തബീബൻ യൻദുറു ഇലൈക്, അല്ല നല്ലൊരു ഡോക്ടറെ ഒന്ന് വിളിപ്പാട്ടാ, നല്ല ഡോക്ടറെ ഒന്ന് കാട്ടാമാ ചെന്നിട്ടു. ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സ്വഹാബത്ത് കേൾക്കണം തുടങ്ങിയാറ്. അപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നു, നല്ലറ ഇലയ്യ, ഇല്ല ഡോക്ടർ എന്തും കാട്ടണ്ടില്ല, ഡോക്ടറെല്ലാം നോക്കിയിട്ടായിട്ട് ചൊന്നു. ഡോക്ടറെല്ലാം നോക്കുമ്പോഴല്ല നോക്കിയിട്ടായിട്ട് ഡോക്ടർ. അപ്പൊ കേട്ടാറ് ഡോക്ടർ എന്തിനു ചൊന്നാ ചൊന്ന് കേട്ടാറ്. അപ്പൊ ഡോക്ടർ ചൊന്നേ ഇനി ഫആലുലിമായുരി, ഈ ഡോക്ടർ ചൊന്നുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചവിടെ പടച്ചുറപ്പുരായിട്ടിരിക്കും. അപ്പൊ ഡോക്ടർ എന്താ ചൊന്നോണ്ട് എന്തിനു ചൊന്നാ ചൊന്നിട്ടു സ്വഹാബത്ത് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കു അപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നു, ഇനി ഫആലുലിമായുരി, നക്ക് തീരെ പോലെ ഞാൻ ആക്കടെ ചൊന്നിട്ടു. ഡോക്ടർ ചൊന്നു പോയിടാ, ഇനി ഫആലുലിമായുരി, തന്റെ ഉദ്ദേശമല്ലത് നടക്കരു ചൊന്നിട്ടു. ഡോക്ടർ ഇങ്ങനെ ചൊന്നുപോയിടാ ചൊന്നിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടിയ സ്വഹാബത്തിനെ ചൊന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അർത്ഥമായിട്ട് എന്തിനെ ചൊന്നുണ്ടെങ്കിൽ ഈ ഉഷാറില്ലാണ്ടുള്ള നാണ് ഇനിപ്പ നക്ക് ഉഷാറാവിടെ ചാൻസ് കൊറടിയായിട്ട് ഇനിപ്പ ഇതിനെ മരിക്കരെ ടൈമു മുട്ടായിട്ട് ಬಂತು ചൊന്നിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അർത്ഥമായിട്ട് ഇനിപ്പ നാണ് ചുമ്മ ടൈം ഒന്നും ജീവിക്കല, ನನ್ನ ಮರಿಪಡೆ ಟೈಮ್ ಮುಟ್ಟಾಂಟ ಬಂದು ಇങ്ങനെ ಅರ್ಥಾಂಬತ್ತು ಇಟ್ಟಿಕ್ಕರು. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കി തോന്നുന്നുണ്ടാ
ഇനി നന്റെ ഒഫാത്തിൽ പിന്നെ ഇവിടെ ഖലീഫ വേണം. കാരണം ഖലീഫയാക്കി ആക്കാണ്ട് പോയിട്ടെങ്കിൽ മാത്രം ഇങ്ങനിടയിൽ ഭിന്നമത്തായി പോകും. അതിക്ക് വേണ്ടിയിട്ട് നാനേ ഇപ്പൊ ഖലീഫ ആക്കില്ലെങ്കിൽ സാധ്യമില്ല. എന്താക്കി ചൊന്നുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഒട്ടിയെ കൂട്ടിയിട്ട് സ്വഹാബത്തില് വലിയ വലിയ സ്വഹാബത്തിലെ ഒട്ടിയെ വിളിച്ചിട്ട്, കാരണം ഒരുത്തനെ തീരുമാനം എടുത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നിയ പോലെ സ്വഹാബത്ത് കേട്ടോണ്ടിരുന്നാറ്. ആയെങ്കില ഒരു ഖലീഫയുടെ നെക്സ്റ്റ് തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും സെലക്ട് ആക്കുമ്പോഴത്തേക്കും സ്വന്തം അഭിപ്രായം വേണ്ട ചൊന്നിട്ടുള്ളേ ആ ഒരു തീരുമാനത്തെ ബന്ധ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് ഈ രോഗം ഇങ്ങനെ കൂടിയ ബന്ധം കണിക്കമേ സ്വഹാബത്തിലെല്ലാവരും വിളിക്കു തുടങ്ങിയിട്ട് സ്വഹാബത്തിലെ അവർക്ക് വിളിപാടിട്ട് ചൊന്തു ഇനിപ്പ നന്റെ മരിപ്പ് മുട്ടായിട്ട് ബന്ധു. ഇനിയിപ്പോ ഇതിലാണ് ഉഷാറാവ ചൊല്ലെ ഒരു ബിയാർ നിൽക്കില്ല. ആ കാരണത്തില ഇനി ഒരു ഖലീഫയാവണം. അങ്ങനെ നാന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിപ്പാടിത്ത്. എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടിട്ട് അഖ്ബിർനി അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നല്ല ഹാൻഡുള്ള ആളും അതേപോലെ വലിയൊരു പൈസക്കാരൻ കൂടി ആയിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചെന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു പൈസ ഉള്ള ആളുമായിട്ട് ഇത് മാത്രമല്ല വലിയൊരു കൊടുതികാരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം കൊടുത്ത ഒരാളായിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചെന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്ത് അല്ല ഇനിയിപ്പോ ഒരു ഖലീഫയാവണല്ലേ, ഞാൻ ഉമർ ഖത്താബിനെ സെലക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്തിനു ചൊന്നിട്ടു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആ ഉഷാറില്ലാത്ത സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിക്കിക്കിട്. അപ്പ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചൊന്നു മാ തസ്അലൂനനി അൻ അംറിൻ ഇല്ലാ വ അൻത അഅലമു ബിഹി മിന്നി. അല്ലാ അബൂബക്കർ സിദ്ദീഖേ നന്റെ കാണ യാര ഗൊಂತುಲ್ಲ നിങ്ങകല്ലേ ഉമർ ഖത്താബിനെ കുറിച്ചിട്ട് നന്റെ കയ്യിൽ കേൾക്കൊന്നുണ്ടെന്തോ ഇല്ലല്ലേ, കാരണം നന്റെ കാണ യാರ ನಿಗಗೈಟಿಗೆ ಗೊತ್ತಿಲ್ಲ. ಆ ಕಾರಣ ನಕ್ಕೆಂದು ಅಭಿಪ್ರಾಯ ಚೊಲ್ಲಿಲ್ಲ ಚೊಂದಿಟ್ಟು അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അപ്പ ചൊന്തു. അപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി അല്ല ആയെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ചൊല്ലൊരു ചൊന്തു ആവട്ടെ നക്കേ ആയിട്ടിക്കർ ഗൊಂತುಲ್ಲ ആയെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ചൊല്ലൊരു ചൊന്തു. അപ്പ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചൊന്തു ഹുവ വല്ലാഹി അഫ്ളലു മിൻ റഈക ഫീഹി. അബൂബക്കർ സിദ്ദീഖേ നിങ്ങളുടെ അഭിപ്രായം പോലെ തന്നെ നക്കും വലിയ ഇഷ്ടമായിട്ട് ഉമർ ഖത്താബ് ഇട്ടില്ല. തങ്ങളെ ഒപ്പാത്തിൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബിനെ ആക്കരുത് ತೊಂದರಿಲ್ಲ ನಕ್ಕೆ വലിയ ഇഷ്ടത്താലായിട്ടിക്കര് ഉമർ ഖത്താബ് ആവു ചൊന്നിട്ടു അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ചൊന്നു. അങ്ങനെ അയാൾ പോയിട്ട് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിപ്പാട്ടു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിപ്പാടിയിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊന്നു അല്ല ഉസ്മാനെ ഇനിയിപ്പ ഞങ്ങൾക്ക് ഒരു ഖലീഫയാവണൂടെ, തന്റെ ഒപ്പാത്തിൽ പിന്നെ ഒരു ഖലീഫയാക്കില്ലെങ്കിൽ ഇവിടെ ആൾമാരുടെ ചൊമ്മ ഭിന്നബദ്ധം വന്നു പോകും. ആ കാരണത്തില് നക്കിനിങ്ങ ഉമർ ഖത്താബിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചൊല്ലണം. കാരണം എല്ലാ സ്വഹാബത്തിനെ ഒട്ടിಗೆ മുഷാവറത്താവോട് എല്ലാവർക്കും കേട്ടിട്ടായിട്ട് ഏക അഭിപ്രായം എടുക്കറല്ല, എല്ലാവരുടെയും അങ്ങനെ അഭിപ്രായം എന്തിനു ചൊന്നിട്ട് ഇങ്ങനെ കേൾക്കടായിട്ട് അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അഭിപ്രായം കേൾക്കട്. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതേപോലെ ചൊന്നു അന്ത അഖ്ബറുനാ ബിഹി. അല്ല അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളിൽ നിങ്ങൾ കേൾക്കൊണ്ടുണ്ടാ, കാരണം ഉമർ ഖത്താബിന്റെ വിഷയം നിങ്ങൾക്കല്ലേ യാരെ ಗೊತ್ತಿല്ലേ, നിങ്ങളല്ലേ ഉമർ ഖത്താബിനെ ഒട്ടികമേ ഇന്നേ നബിതങ്ങളെ ഒട്ടികമേ കൂടിയുണ്ട് എല്ലാ വിഷയത്തും മികച്ചണ്ടാളല്ലേ. അപ്പൊ ഞങ്ങളില്ല ഉമർ ഖത്താബിന്റെ വിഷയം കേൾക്കൊണ്ടുണ്ടാകുന്നു കേൾക്കുമ്പോഴത്തേക്കും അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല എന്തെങ്കിലും നിങ്ങൾ ಗೊತ್ತಿല്ല വിഷയം നിങ്ങൾ ചൊല്ലണം, നിങ്ങൾ ഉമർ ഖത്താബിന്റെ ആക്കടെ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം ചൊല്ലണോ ചൊന്നിട്ടോ ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും അപ്പ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊന്നു അല്ലാഹുമ്മ ഇൽമി ബിഹി അന്ന സരീറതഹു ഖൈറുൻ മിൻ അലാനിയതിഹി. നല്ല അഭിപ്രായം പോലെ ഉമർ ഖത്താബിന്റെ പുറത്ത് കണ്ട പോലെ അല്ല അല്ല ഉൾക നല്ലയും നല്ല കൽബായിട്ട് നല്ല മനസ്സായിട്ട് ഉമർ ഖത്താബിന് നല്ലൊരാളായിട്ട് ഭർത്തര പോലെ എന്തോ അല്ല അതിലെ മനസ്സ് ചൊല്ലത് നല്ലൊരു മനുഷ്യ നല്ലൊരു സ്വഭാവത്തെ ഒരാളും നല്ലൊരു മനസ്സിന്റെ ആളായിട്ട് ആ കാരണത്തില നന്റെ മനസ്സ് ചൊല്ലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചൊന്നു ഉമർ ഖത്താബാവും. നീല ഒപ്പാത്തിൽ പിന്നെ ഉമർ ഖത്താബ് ആവു ചൊന്നിട്ടു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതേപോലെ ചൊന്നു. അപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നു യർഹമുക്കല്ലാഹ് അല്ലാഹു നിങ്ങൾ റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നിങ്ങൾ റഹ്മത്ത് ചെയ്യട്ടെ ചൊന്നിട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. അങ്ങനെ പിന്നെ വിളിച്ചിട്ട് ഉസൈദ് ഇബ്നു ഹുദൈർ ചൊല്ലെ സ്വഹാബിനെ വിളിച്ചിട്ട്, കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ പക്കത്തിൽ അൻസാരികളുടെ ഒരു വിഭാഗമുണ്ട്,
മുഹാജിരിങ്ങ ചൊല്ലി വേറെ വിഭാഗമുണ്ട്. എല്ലാ ഓരോരോ വിഭാഗത്തെ ലീഡർമാരെ വിളിക്കരേട്ടിക്കര്. അൻസ്വാരിങ്ങ ചൊല്ലി കൊണ്ടേ താറുണ്ട്. അൻസ്വാരിങ്ങ ചൊന്നെങ്കിൽ അൻസാരിങ്ങ ചൊന്നുകാറ് അൻസ്വാരിങ്ങ ചൊന്നുകാറ് അൻസ്വാരിങ്ങ ചൊന്നുണ്ടെങ്കിൽ മദീനത്തെ ആൾമാർ അൻസ്വാരിങ്ങ ചൊന്ന് ചൊല്ലണില്ല. കാരണം എന്താ ചൊന്നുണ്ടെങ്കിൽ അൻസ്വാരിങ്ങ ചൊന്നുണ്ടെങ്കിൽ സഹായിച്ച ആൾമാർ. കാരണം ഈ മക്കത്തെ സ്വഹാബത്ത് മക്ക വിട്ടിട്ട് മദീനത്ത് പോയപ്പോ എന്തും ഇല്ല, കാല് കയ്യിലായിട്ട് ഇക്കരെ വിട്ടുപോയിട്ട് അപ്പൊ ഇങ്ങക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുത്ത ആൾമാരായിട്ട് ഇക്കറാണ് മദീനത്തെ ആൾമാർ. എവിടത്തോളം ചൊന്നുണ്ടെങ്കിൽ സ്വത്തുര ചില സ്വഹാബത്ത് പാതി സ്വത്തു മക്കത്തെ ഒരാൾക്കും കൊടുത്തതുകൊണ്ട്. അതേപോലെ രണ്ട് പിഞ്ഞയെ മാറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിഞ്ഞയുടെ തൊലാക്കാക്കിയിട്ട് ഒരു പിഞ്ഞയുടെ മക്ക നിവാസികൾ കൊടുത്തതുകൊണ്ട് അത്രത്തോളം മക്കത്തെ ആൾമാരെ ബഹുമാനിച്ച ആൾമാരായിട്ട് ഇക്കറാണ് മദീനത്തെ നിവാസികൾ. അങ്ങായിട്ട് ഇക്കറ അൻസ്വാരിങ്ങ ചൊല്ല്. മുഹാജിരിങ്ങ ചൊന്നുണ്ടെങ്കിൽ മക്ക വിട്ടിട്ട് മദീനത്ത് ഹിജ്റ പോയ ആൾമാർക്കായിട്ട് ഇക്കറ മുഹാജിരിങ്ങ ചൊല്ല്. അങ്ങനെ ഓരോ കബീലയുടെ ലീഡർമാരെയും അബൂബക്കർ സിദ്ദീഖിലാണ് പിലിപാടിക്ക്. അങ്ങനെ ഉസൈദ് ഇബ്നു ഹുദൈർ ചൊല്ലിട്ട് സ്വഹാബിനെ പിലിപാടിത്ത്. അപ്പം ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഇതേപോലെ ചൊല്ലു അബൂബക്കർ സിദ്ദീഖ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ട് ഉമർ ഖത്താബ്. ഇനി നിങ്ങൾ ഒപ്പാത്തിൽ പിന്നെ ഉമർ ഖത്താബ് ആവൂ. ഞങ്ങൾക്ക് ഉമർ ഖത്താബിന്റെ പോലെ ഇപ്പൊ ഞങ്ങൾ വേറെ ആരെയും കണ്ടില്ല ചെന്നിട്ടു ഇങ്ങനെ ചൊല്ലും. അങ്ങനെ സ്വഹാബത്തിനെ വിൽപാട്ടിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ അഭിപ്രായം എടുക്കുക. അങ്ങനെ അഭിപ്രായം എടുത്തിട്ട് ലാസ്റ്റ് അവിടെ പണ്ടായിട്ട് തൊൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് ചൊല്ലൊരു സ്വഹാബി ഉണ്ട്. ആ സ്വഹാബിയിട്ടിരിക്കും അബൂബക്കർ സിദ്ദീഖ് അഭിപ്രായം കേൾക്കുന്നത്. അപ്പ ഫഖദ് ഖാല ലി അബീ ബക്കർ മാ അൻത ഫാഇലു ലിറബ്ബിക ഇദാ സഅലക അൻ ഇസ്തിഖലാഫിക ഉമർ. അല്ല അപ്പ ഈ ഉബൈദുല്ലാഹി തൊൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹിന്റെ ആ സ്വഹാബിയിട്ടിരിക്കും അബൂബക്കർ സിദ്ദീഖ് അഭിപ്രായം കേൾക്കുമ്പോഴത്തേക്കു അപ്പ അയലൊരു അഭിപ്രായം ചൊല്ലു. എന്തിനു ചെന്നുണ്ടെങ്കിൽ അല്ല അബൂബക്കർ സിദ്ദീഖ് നിന്റെ മനസ്സിലുള്ളതിനാണ് ചെല്ലേ. എന്തിനു ചെന്നുണ്ടെങ്കിൽ പിന്നെ ഉമർ ഖത്താബിന്റെ സ്വഭാവം നിങ്ങൾ കൊണ്ടുണ്ടല്ലേ ഭയങ്കര അർസത്താലായിട്ട് ഭയങ്കര അർസത്താല്. നിങ്ങളെ പോലെ സോഫ്റ്റ് മനസ്സിലാളെന്തോ അല്ല, അർസമിന്റെ ആളായിട്ട് ആ കാരണത്തിൽ ഈ അർസത്താലിനെ മാത്രം നിങ്ങൾ ഖലീഫയാക്കേണ്ടെങ്കിൽ നിങ്ങൾ റബ്ബുടെ മുതൽ നിങ്ങൾ എന്തിനു ഉത്തര ചൊല്ലുവാറോ ചെന്നിട്ടു അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ അയാൾക്ക് എടുത്ത്. ആര് തൊൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹിന്റെ സ്വഹാബി എല്ലാവരും നല്ല ആൾമാരായിട്ടിരിക്കാറ്. ഇങ്ങനത്തും ആക്ഷേപിച്ചല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമർ ഖത്താബ് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. ഒർക്കൽ അർസമുണ്ട്, ഭയങ്കരമായ അർസമായിട്ടിരിക്കും. അങ്ങനെ ഈ അർസവന്നെ ഒരാളിലെ നിങ്ങൾ ഖലീഫയായിട്ട് നിയമക്കാക്കിയിട്ടുണ്ടെങ്കിലും പടച്ചറപ്പിടെ മുതൽ എന്തൊരു ആൻസർ ചൊല്ലുവാറ് ചെന്നിട്ടു ഈർ വന്ന് കെടുത്തു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ചൊല്ലുത്തു അബില്ലാഹി തുഖവ്വിഫുനി. അല്ല തൊൽഹത്തെ അള്ളാഹുടെ ചൊന്നു നണ്ട് നീ പേടിപാട്ടേമാ, അള്ളാഹുടെ പേര് ചൊന്നിട്ട് നണ്ട് നിങ്ങൾ പേടിപാട്ടിട്ടുണ്ടല്ലേമാ. കാരണം എന്താ ചൊന്നുണ്ടെങ്കിൽ ഉമർ ഖത്താബിന്റെ വിഷയ നക്കൊന്തുണ്ടു. ഉമർ ഖത്താബ് രാജ്യത്ത് ഏറ്റവും നല്ല ആള് ചൊന്നക്കൊന്തുണ്ടു. ഇതിന്റെ കാരണത്തിലാണ് ഖലീഫയായ കാരണത്തിൽ അതിന്റെ സ്വഭാവം ചേഞ്ചസ് ആവോ തീരാണ്ടെന്തോ ഇല്ല. ആ കാരണത്തിലാ നക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഉമർ ഖത്താബായിട്ടിക്കര്. കാരണം എത്ര അർസുന്നുണ്ടെങ്കിലും ഇനി ആർസ് കുറയാവോ തീരാണ്ടെന്തോ ഇല്ല. അതിക്ക് വേണ്ടിയിട്ട് തൊൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹിന്റെ സ്വഹാബിനെ വിളിച്ചു ആ ഉമർ ഖത്താബിന്റെ മേൽ നിങ്ങൾ സെലക്ട് ആക്കുക. കാരണം അർസത്ര എന്തുണ്ടെങ്കിലും ഞാനത് ചൊന്നു സമാക്കടാ ചൊന്നിട്ടു ഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊൽഹത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലു. ഇങ്ങനെ എല്ലാ സ്വഹാബത്തിന്റെയും ചൊന്നിട്ടായാലും പിന്നെ ഉമർ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു എൽത്ത് തുടങ്ങി ഒരു എൽതൊന്ന് വിനയ്ക്ക് ചൊല്ലു. എന്തിലേക്ക് ചൊന്നുണ്ടെങ്കിലും എല്ലാ സ്വഹാബിക്കും ഒപ്പിടാറ് ചൊല്ലൊരു വിഷയം ഒരു എൽത്ത് ചൊല്ലു. ഇൻഷാ അല്ലാഹ് അതിൽ പിന്നെ എന്തിലേക്ക് ചൊല്ലത് നാളെ ചൊല്ലാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഖലീഫമാരെയും ചരിത്രം പഠിച്ചിട്ട് അത് ജീവിതത്തിൽ ഞങ്ങൾ വലിയൊരു പാഠമാക്കുന്നത് അള്ളാഹുവിന് തൗഫീഖ് നൽകണം. റഹ്മാനെ അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടമേ ജന്നാത്തുൽ ഫിർദൗസിൽ ഇങ്ങനെ പ്രവേശനക്കുമ്പത്തു പടച്ചറബേ ആ ഒരു ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ ഉമ്മബാപ്പന്മാർക്കും ഞങ്ങളുടെ മജ്ലിസിൽ ദീക്കരെ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എല്ലാവർക്കും പടച്ചറബേ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അനുഗ്രഹിച്ചു തരണം റഹ്മാനെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.